കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ടീച്ചിങ് രംഗത്ത് ഏറെ വിസ്മയം തീർക്കാൻ കഴിയുന്ന ഒരു സീരീസ് ഓഫ് ബുക്സ് ആണ് ഇംഗ്ലീഷ് ഫോർ ലൈഫ് എഡ്മഞ്ചർ എഡ്യു സൊല്യൂഷൻ എന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്. ഒരുപാട് പ്രത്യേകതകൾ ആ ബുക്കുകൾ വായിച്ചപ്പോൾ കാണാൻ കഴിയും. അതിൻ്റെ ഓതറാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. മനസ്സിലാക്കി വിശദ വിവരങ്ങൾ ഓതറോട് നേരിട്ട് ചോദിച്ച് കാര്യങ്ങളൊന്ന് അറിയണം എന്നുള്ളത്, അത് നിങ്ങളെ കൂടെ അറിയിക്കണം എന്നുള്ളത്. ഓതറുടെ പേര് ഷാഹുൽ ഹമീദ് അസ്ഹരി എന്നാണ്. അദ്ദേഹം നിരവധി വർഷങ്ങളായിട്ട് ടീച്ചിങ് രംഗത്തുള്ളതാണ്. എത്ര വർഷം? 15 വർഷമായി. 15 വർഷമായിട്ട് എസ്പെഷ്യലി ഇംഗ്ലീഷ് ഫീൽഡ് തന്നെയാണ്. അതെ അതെ. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാലും കുറേ ടീച്ചേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ ടീച്ചറാണ്. പക്ഷേ ഇങ്ങനെ ഒരു കൃത്യമായിട്ട് KG മുതൽ 5th സ്റ്റാൻഡേർഡ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടീച്ചേഴ്സിന് ഉപകാരപ്പെടുന്ന ഒരു പുസ്തകം പുറത്തിറങ്ങി കണ്ടപ്പോൾ വലിയ സന്തോഷമായി. അങ്ങനെ ഒരു പുസ്തകം പുറത്തിറക്കണം എന്നുള്ളൊരു മോട്ടീവ് എന്തായിരുന്നു? കഴിഞ്ഞ 15 വർഷമായി ഞാൻ അധ്യാപന രംഗത്തുണ്ട്. ഓരോ ക്ലാസ്സിനും വ്യത്യസ്തമായ സബ്ജക്റ്റുകളുണ്ട്. അവർക്ക് ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. ഓരോ ക്ലാസ്സിൻ്റെയും ടെക്സ്റ്റ് ബുക്കുകൾ തയ്യാറാക്കുന്നത് NCF അനുസരിച്ച് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ടീമുകളാണ്. അപ്പോൾ ഓരോ സ്കൂളിലെയും അധ്യാപകർക്ക് അവർക്ക് കൃത്യമായി സയൻറ്റിഫിക്കായി തയ്യാറാക്കിയ ടെക്സ്റ്റ് ബുക്ക് കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ലളിതമായൊരു പ്രോസസ്സാണ് അധ്യാപകർ ചെയ്യേണ്ടത്. എന്നാൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ വിഷയത്തിൽ എല്ലാ സ്കൂളുകളിലും ഒരു പീരീഡ് അതിന് അലോട്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു ടീച്ചർ അതിന് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അവർക്ക് കൃത്യമായൊരു ഗൈഡ് ലൈൻസ് ഇല്ല എന്ന് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ജൂൺ മുതൽ മാർച്ച് വരെ എന്ത് ചെയ്യണം, അത് തന്നെ ഓരോ ക്ലാസ്സിനും അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സിലബസ് എങ്ങനെ കണ്ടെത്തണം എന്നതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തത കുറവ് എനിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇങ്ങനെ ഓരോ ക്ലാസ്സിനും LKG മുതൽ 5ാം ക്ലാസ് വരെ കൃത്യമായൊരു ആനുവൽ കരിക്കുലം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് ഉണ്ടാക്കാം എന്ന ആലോചനയിലേക്ക് എത്തുകയും ഇതിൻ്റെ രചന നിർവഹിക്കുകയും ചെയ്തത്. എത്ര സമയമെടുത്തു? ഞാനൊരു 2 വർഷമായി ഇതെൻ്റെ മൈൻഡിലുണ്ട്. ഈ ഒരു ജൂണിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. പേപ്പറിലേക്കാക്കി തുടങ്ങിയത്. അങ്ങനെ ഇപ്പോൾ ജനുവരി 26 റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് അത് റിലീസ് ചെയ്യുന്നത്. എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചറുകൾ വരുന്നത്? സാധാരണ ഞാൻ ചോദിക്കാൻ കാരണം, സാധാരണ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ കാണാറുള്ള എന്താണെന്ന് വെച്ചാൽ, ബുക്കാണെങ്കിൽ അതിൽ കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രാമർ പഠിപ്പിക്കുന്ന രൂപമാണ് ഉണ്ടാവാറുള്ളത്. അത് പലപ്പോഴും കുട്ടികൾ അതിലൊരു പ്രയാസം ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ബുക്കിൻ്റെ ഒരു പ്രത്യേകത? സ്ട്രക്ചർ എങ്ങനെയാണ്? 2 രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഞാൻ നിലവിലുള്ള ബുക്കുകളിൽ കണ്ടിട്ടുള്ളത്. ഒന്ന്, ഗ്രാമർ പ്രസൻറ്റ് ചെയ്യുന്ന രീതി തന്നെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇക്വേഷനൊക്കെ വെച്ച് ഒരു ഫിസിക്സ് കെമിസ്ട്രിയോട് അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ ഭയങ്കര ഇൻ്റലക്ച്വൽ പ്രോസസ്സായി കുട്ടികൾക്ക് അത് അനുഭവപ്പെടാറുണ്ട്. 1. 2, അവർ പഠിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും അവരുടെ ലൈഫുമായിട്ട് വലിയ ബന്ധമുണ്ടാവാറില്ല. അപ്പോൾ ഈ 2 പ്രശ്നങ്ങളും പരിഹരിക്കുക എന്ന അർത്ഥത്തിലാണ് ഗ്രാമറായി ഒരിക്കലും പഠിപ്പിക്കാതെ സെൻറ്റൻസ് സ്ട്രക്ചറുകൾ പഠിപ്പിക്കുന്നു. 2, അവർക്ക് ലൈഫിൽ ആവശ്യമുള്ള സെൻറ്റൻസുകൾ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റുകൾ മാത്രം പഠിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്ക് ആവശ്യമാണ് എന്ന് തോന്നിയപ്പോഴാണ് ഇംഗ്ലീഷ് ഫോർ ലൈഫ് എന്ന ഒരു സീരീസ് LKG മുതൽ 5ാം ക്ലാസ് വരെ ഞാനത് തയ്യാറാക്കിയത്. എല്ലാ ക്ലാസ്സും വ്യത്യസ്തമായിരിക്കുമല്ലോ. അങ്ങനെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഓരോ ക്ലാസ്സിൻ്റെ കുട്ടികളുടെ മനോഭാവം, ഏജ്, ഇതെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഈ KG ക്ലാസ്സുകളിലേക്കൊക്കെ ബുക്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ KG ക്ലാസ്സുകളിലേക്കൊക്കെ എങ്ങനെയാണ് അവർക്കൊക്കെ എങ്ങനെയാണ് ഇത് ഉപകാരപ്പെടുന്നത്? നമ്മുടെ ബുക്കിൻ്റെ ടീച്ചേഴ്സിനെല്ലാം ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫ്ലുവൻസി ആൻഡ് ആക്യുറസിയാണ്. അത് വിദ്യാർത്ഥികൾക്ക് ഓരോ പ്രായത്തിലും കിട്ടേണ്ട ഒരു ഫ്ലുവൻസി അവർക്ക് കിട്ടണം. അതോടൊപ്പം തന്നെ ആ ഇംഗ്ലീഷ് ആക്യുറേറ്റ് ആയിരിക്കണം, കൃത്യമായിരിക്കണം, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കുകളൊന്നും ഇല്ലാതെ. അപ്പോൾ ഒരു LKG UKG ക്ലാസ്സുകളിൽ നമുക്ക് കൊടുക്കേണ്ടത് ആ പ്രായത്തിൽ അവർ ഉപയോഗിക്കേണ്ട സെൻറ്റൻസുകളാണ്. തെറ്റില്ലാതെ സെൻറ്റൻസുകൾ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ LKG ക്ലാസ്സുകളിൽ നമ്മൾ കൊടുക്കുന്ന ഒരു വർഷം കൊണ്ട് 100 സെൻറ്റൻസുകളാണ്, യൂസേജസ്. മേ ഐ കം ഇൻ, മേ ഐ ഗോ ടു വാഷ്റൂം, മേ ഐ ഡ്രിങ്ക് വാട്ടർ, മേ ഐ സിറ്റ് ഹിയർ, ദിസ് ഈസ് മൈ ബുക്ക്, ദിസ് ഈസ് മൈ പെൻസിൽ, ദിസ് ഈസ് മൈ ടീച്ചർ. ഇങ്ങനെ ഒരു LKG വിദ്യാർത്ഥി ക്ലാസ്സിൽ പറയേണ്ടി വരുന്ന 100 സെൻറ്റൻസുകളാണ് നമ്മുടെ LKG ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ളത്. ഒരു വർഷം കൊണ്ട് പഠിക്കും. ഒരു വർഷം കൊണ്ട് അവർ പഠിക്കുക എന്നുള്ളതാണ് കോൺസെപ്റ്റ്. കാരണം ഒരു വർഷത്തിൽ ഒരു സ്കൂളിൽ പൊതുവേ 200 വർക്കിംഗ് ഡേയ്സാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ എക്സാം അതുപോലെയുള്ള മറ്റ് സ്കൂൾ ആക്ടിവിറ്റീസൊക്കെ പോയാൽ ഒരു 150 അക്കാഡമിക് ഡേയ്സ് കിട്ടുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു യൂസേജ് ഒരു 1.5 ദിവസം
എന്ന രീതിയിൽ പഠിക്കുകയാണെങ്കിൽ 150 ദിവസം കൊണ്ട് ഒരു 100 സെന്റൻസുകൾ എന്ന് പറയുന്നത് വളരെ നമുക്ക് സാധ്യമായ, വളരെ അറിയാതെ പഠിച്ചു പോകുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു സ്റ്റൈൽ ഉള്ളത്. പിന്നെ ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡുകളിലേക്ക് എത്തുമ്പോൾ, ഫസ്റ്റ് മുതൽ ഫിഫ്ത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്കുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? സ്വാഭാവികമായിട്ടും LKG നിന്ന് അവർ 1ലേക്ക് എത്തുമ്പോൾ അവരുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി, മെമ്മറൈസിങ് കപ്പാസിറ്റി ഒക്കെ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ LKG UKG ക്ലാസ്സുകളിൽ ഓരോ വർഷവും 100 സെൻറ്റൻസുകളാണ് പഠിക്കുന്നത്. അപ്പോൾ UKG കഴിയുമ്പോഴേക്കും അവർ 200 സെൻറ്റൻസുകൾ പഠിച്ചിട്ടുണ്ടാവും. 1ലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് സംസാരിച്ച് തുടങ്ങേണ്ട സമയമായി. അപ്പോൾ 1ാം ക്ലാസ്സിൽ 10 സിറ്റുവേഷൻസ്, ഇംഗ്ലീഷ് അറ്റ് സ്കൂൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് 1ാം ക്ലാസ്സിലുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഒരു കുട്ടി സ്വയം പരിചയപ്പെടുത്തേണ്ടത്, ഒരു ടീച്ചറോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു ക്ലാസ്മേറ്റിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു ഡെയിലി റൂട്ടീൻ. ഇപ്പോൾ I woke up at 6 AM in the morning, I brushed my teeth, I had my breakfast, I went to school. ഇങ്ങനെ ഒരു ദിവസത്തെ കാര്യങ്ങൾ പാസ്റ്റിൽ, അതുപോലെ തന്നെ ഞാൻ നാളെ അതേ സെൻറ്റൻസുകൾ ഞാൻ ചെയ്യുമെന്ന അർത്ഥത്തിൽ, അങ്ങനെ ഒരു സ്കൂളിൽ പറയുന്ന 10 സിറ്റുവേഷൻസും അതിൻ്റെ സെൻറ്റൻസുകളാണ് 1ാം ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ളത്. 2ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് അറ്റ് ഹോം എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീം അങ്ങനെയാണ്. ഇപ്പോൾ ഹലോ ഡാഡി, ഹലോ മൈ ഡിയർ മോം, ഹലോ മൈ ഡിയർ ബ്രദർ, ഇങ്ങനെ ഉമ്മയോട് അല്ലെങ്കിൽ അമ്മയോട്, അച്ഛനോട്, ഉപ്പയോട്, സഹോദരനോട്, സഹോദരിയോട്, ഗ്രാൻഡ് ഫാദറോട്, പിന്നെ അങ്ങനെ ഒരു 10 ഹോം സിറ്റുവേഷൻസ് കൊടുത്തിട്ട് അവിടെ ഉപയോഗിക്കേണ്ട സെൻറ്റൻസുകൾ കോൺവെർസേഷൻ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ടീച്ചർക്ക് ആ സിറ്റുവേഷൻ ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്യാം. എന്നൊരു റോൾ പ്ലേ രീതിയിൽ അവർക്ക് പഠിപ്പിക്കുകയാണ് വേണ്ടത്. കുറച്ചുകൂടി ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് നടത്താം. തീർച്ചയായും. കാരണം ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എന്നൊരു ചോദ്യം പലപ്പോഴും ഉണ്ടാവും. കാരണം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടല്ലേ പഠിപ്പിക്കേണ്ടത്. അതിനും ഒരു ടെക്സ്റ്റ് ബുക്ക് ആയാൽ അത് വീണ്ടും ഒരു അധ്യാപകർക്ക് ബേർഡൻ ആവുകയല്ലേ എന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും ഈ ടെക്സ്റ്റ് ബുക്കായി പഠിപ്പിക്കേണ്ടതല്ല. അതിൽ കൊടുത്തിരിക്കുന്ന സെന്റൻസുകൾ പറയാനുള്ള ഒരു കോണ്ടെക്സ്റ്റ് ക്ലാസ് റൂമിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുള്ള പിക്ചറുകളും അതേ ക്ലാസ്സിലുണ്ട്. ഏകദേശം ഒരു എല്ലാം പിക്ചറൈസ് ചെയ്തിട്ടാണല്ലോ സംഭവം കൊടുത്തിട്ടുള്ളത്. തീർച്ചയായും അതും കൂടെ ഒരു ഗുണകരമായെന്ന് തോന്നി. അത് ഏത് സിറ്റുവേഷനാണ് ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിനൊരു മോഡൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ടീച്ചേഴ്സ് ഹൈലി ക്രിയേറ്റീവ് ആണെങ്കിൽ അവർക്ക് അതിനേക്കാൾ മനോഹരമായ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കുമല്ലോ. ടീച്ചേഴ്സ് ആണല്ലോ ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത്. അത് പിന്നെ 3rd സ്റ്റാൻഡേർഡ് 4th 5th ഒക്കെ എത്തുമ്പോഴേക്ക് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത ലെവലിലേക്ക് 3rd സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, കുട്ടികൾ ഒന്നും കൂടി എന്തായി, അവർ ബെറ്ററായി, അവർ കുറച്ചുകൂടി അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് എത്തി. അപ്പോൾ ഇംഗ്ലീഷ് ഫോർ ട്രാവൽ എന്നതാണ് 3ാം ക്ലാസ്സിന്റെ കോൺസെപ്റ്റ്. എന്ന് പറഞ്ഞ ഒരു യാത്രയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷുകൾ എന്തൊക്കെയാണ്. ഒരു ഫോറിനറെ കണ്ടാൽ, ഒരു ഹോട്ടലിൽ എത്തിയാൽ എങ്ങനെ അവിടുത്തെ വെയിറ്ററോട് എങ്ങനെ സംസാരിക്കണം, ഒരു റൂം ബുക്ക് ചെയ്യാൻ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത്, നമ്മളൊരു വില്ലേജറെ നമ്മൾ കണ്ടുമുട്ടുകയാണെങ്കിൽ അവരോട് എങ്ങനെ സംസാരിക്കണം. ഇങ്ങനെ ഒരു യാത്രയിൽ നമുക്ക് ആവശ്യം വരുന്ന 10 സിറ്റുവേഷൻസും അതിൻ്റെ കോൺവെർസേഷനാണ് 3ാം ക്ലാസ്സിൽ കൊടുത്തിരിക്കുന്നത്. 4th വരുമ്പോൾ ഫോർമൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് നമുക്ക് കോൺവെർസേഷന് മാത്രമല്ലല്ലോ, നമുക്ക് ഒരുപാട് ഫോർമൽ സിറ്റുവേഷൻസ് ഉണ്ടാവും. അതായത് ഒരു വെൽക്കം അഡ്രസ്സ് എങ്ങനെ പറയാം, ഒരു വോട്ട് ഓഫ് താങ്ക്സ് എങ്ങനെ പറയാം, നമ്മളൊരു ഓഫീസിൽ പോയിട്ട് എങ്ങനെ നമുക്കൊരു ലീവ് അപ്ലിക്കേഷൻ വേണ്ടി ചോദിക്കാം, എങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ നമുക്കൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താം, എങ്ങനെ ഒരു സ്കൂളിൽ ഒരു അനൗൺസ്മെന്റ് നടത്താം. അപ്പോൾ കുറച്ചുകൂടെ കുട്ടികൾ ക്രിയേറ്റീവ് ആവും. ഈ ഭാഗങ്ങളിലേക്കൊക്കെ അവർ ചിന്തിക്കും കൂടെ ചെയ്യണമല്ലോ. സാധാരണ നമുക്കൊക്കെ ഇതിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇത് പറഞ്ഞപ്പോൾ ഇത്തരം വിഷയങ്ങൾക്കൊക്കെ 1-2 കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്യാറുള്ള പതിവ്. അവർക്ക് ഈ ടീച്ചർ സ്പെഷ്യലായിട്ട് ഇത് കൊടുത്ത് അവരെ പഠിപ്പിക്കുന്നതാണ്. നേരെ മറിച്ചത് മുഴുവൻ കുട്ടികളും ആ രൂപത്തിലേക്ക് ചിന്തിക്കണം, പഠിക്കണം എന്നുള്ള ഒരു രൂപം കൂടെ ഇതിൽ ചെയ്യാൻ പറ്റുന്ന അർത്ഥം. തീർച്ചയായിട്ടും സ്കൂളിൽ സംഭവിക്കുന്ന ഒരു ട്രാജഡിയാണ് ഒരർത്ഥത്തിൽ. അതായത് ഒരു 1000-1500 കുട്ടികളുണ്ടാകുമ്പോൾ അതിൽ ഒരു 4-5 കുട്ടികൾക്ക് മാത്രം ഇത്തരം അവസരങ്ങൾ കിട്ടുകയും അവരെ മാത്രം സ്കൂൾ പ്രൊജക്റ്റ് ചെയ്യുകയും പബ്ലിക് ഒരു തെറ്റിദ്ധാരണയിലേക്ക് എത്തും. കാരണം ആ സ്കൂളിലെ എല്ലാ കുട്ടികളും അങ്ങനെയാണെന്ന് പബ്ലിക് തെറ്റിദ്ധരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ആ സ്കൂളിൽ ആകെ കുറച്ച് കുട്ടികളെ അങ്ങനെ ഉണ്ടായിരിക്കുള്ളൂ. ഈ ഒരു ബുക്കിൻ്റെ കോൺസെപ്റ്റ് എല്ലാ കുട്ടികളെയും ഒരു മിനിമം സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫോർമൽ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ ഒരു സ്കൂളിൽ എല്ലാ കുട്ടികളെയും പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. 5th സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഒന്നും കൂടി അവരുടെ ഒരു പ്രൊഫഷണൽ ലൈഫിനെ ഒന്നും കൂടി ഷേപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഇംഗ്ലീഷ് അറ്റ് ഓഫീസ് എന്നതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ഒരു ഓഫീസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷുകൾ, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആകുമ്പോൾ എങ്ങനെയാണ് അവർ പ്രസൻറ്റ് ചെയ്യേണ്ടി വരിക, എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് എങ്ങനെ ചെയ്യാം, പിന്നെ എങ്ങനെയാണ് ഒരു ഓഫീസിൽ ബോസുമായിട്ട് എങ്ങനെ സംസാരിക്കാം, എങ്ങനെ ഒരു ലീവിന് അപേക്ഷിക്കാം. ഇങ്ങനെയുള്ള ഒരു ഓഫീസിൽ, ഒരു റിയൽ ഓഫീസിൽ ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ
അതിനുള്ള 10 സിറ്റുവേഷൻസും അതിൻ്റെ യൂസേജുകളും അതിൻ്റെ കോൺവെർസേഷനുമാണ് 5ാം ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ടീച്ചേഴ്സിനും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും വളരെ ക്ലിയർ ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ. അതേപോലെ തന്നെ ഇപ്പോൾ വലിയ ആശങ്കയാണ്, ഇപ്പം ഇങ്ങനൊരു ബുക്കും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പാരൻസിന് ഇതിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു. ഒരു മിനിമം ബേസിക് നോളേജുള്ള ഒരു പാരൻസിന് കൂടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണോ ഇത് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്? തീർച്ചയായിട്ടും. നമുക്കൊരു +2 ഉള്ള ഒരു രക്ഷിതാവാണെങ്കിൽ, ഒരു മിനിമം +2 കംപ്ലീറ്റ് ചെയ്ത രക്ഷിതാവാണെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന വേർഡ്സ് മാത്രമേ നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് വാക്കുകളും അതിൽ ഉപയോഗിച്ചിട്ടില്ല. സെൻറ്റൻസ് സ്ട്രക്ചറുകളും വളരെ സിംപ്ലിഫൈഡ് ആണ്. അങ്ങനെ സിംപ്ലിസിറ്റി ഈസ് ദ ബ്യൂട്ടി ഓഫ് ലാംഗ്വേജ് എന്നാണല്ലോ. ഒരു ഭാഷയെ എത്രത്തോളം ലളിതമാക്കാം, അതാണല്ലോ ഒരു ഭാഷയുടെ സൗന്ദര്യം. അപ്പോൾ അതുകൊണ്ട് രക്ഷിതാക്കൾക്ക് ഇതെങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാം എന്നൊരു ആശങ്കയെ വേണ്ട. മാത്രവുമല്ല, നമ്മൾ ഈ പുസ്തകം ഏത് സ്കൂളിലാണോ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആ സ്കൂളുകൾക്ക്, ആ കുട്ടികൾക്ക് ഓരോ മൊഡ്യൂളും അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ പ്രസൻറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മോഡല് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അത് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം കൂടി, അതിൻ്റെ ഒരു ലേണിംഗ് സപ്പോർട്ട് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്ക് ആ വിഷയത്തിൽ ആശങ്കയൊന്നും വേണ്ട കാര്യമില്ല. എങ്കിൽ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. ഈ തുടക്കത്തിൽ പറയേണ്ടായി ഗ്രാമർ കൂടെ നമ്മൾ ഈ ബുക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചെറിയ ക്ലാസ്സുകളിലേക്ക് എങ്ങനെയാണ് ഗ്രാമർ ഉൾപ്പെടുത്തുക എന്നുള്ളൊരു ആശങ്ക എനിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രേക്ഷകർക്കും ഉണ്ടാകും. എന്താണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ ഗ്രാമറും കമ്മ്യൂണിക്കേഷനും തീരെ ചേരാത്തതാണ് എന്നൊരു ധാരണയുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ ബേസിക്കലി ഒരു ഇംഗ്ലീഷ് അധ്യാപകനാണ്. അപ്പോൾ ഗ്രാമാറ്റിക്കൽ ആക്യുറസി എന്ന് പറയുന്നത് കുട്ടികൾ ആർജിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അതൊരിക്കലും ഒരു ട്രഡീഷണൽ ഗ്രാമർ പഠിപ്പിക്കുന്നതിലൂടെയല്ല. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ആദ്യം പ്ലേസ് ചെയ്യുക, എന്നിട്ട് വേർബിൻ്റെ സെക്കൻഡ് ഫോം ഉപയോഗിച്ച് തുടങ്ങുക എന്നൊക്കെ പറയുമ്പോഴേക്കും കുട്ടികൾ അതിനോട് അതിൻ്റെ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഗസ് ചെയ്യാവുന്നതാണ്. അത് വളരെ അങ്ങനെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. മറിച്ച് ഒരു കുട്ടി ചെറിയ ക്ലാസ്സിൽ അറിഞ്ഞിരിക്കേണ്ട സെൻറ്റൻസ് സ്ട്രക്ചറുകളാണ് പഠിക്കുന്നത്. അത് തന്നെ ഒരു പാട്ടിലൂടെയൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഒരിക്കലും ഒരു ബോറാവില്ല. ഫോർ എക്സാമ്പിൾ ഈസാമാർ ഉപയോഗിക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികൾക്ക് ഒരു ആക്ഷൻ സോങ് ആണ്. ഐ ആം എ സ്റ്റുഡൻറ്റ്, ഇങ്ങനെയാണ് പറയുക. ഐ ആം എ സ്റ്റുഡൻറ്റ്, വി ആർ സ്റ്റുഡൻസ്, യു ആർ എ സ്റ്റുഡൻറ്റ്, യു ആർ സ്റ്റുഡൻസ്, ഹി ഈസ് എ സ്റ്റുഡൻറ്റ്, ഷീ ഈസ് എ സ്റ്റുഡൻറ്റ്, ദാറ്റ് ഈസ് എ സ്റ്റുഡൻറ്റ്, ദേ ആർ സ്റ്റുഡൻസ്. ഇവിടെ നമ്മൾ ഈ സാം ആർ എന്നത് എവിടെയാണ് സെൻറ്റൻസ് സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഇന്നത്, പ്ലൂറൽ ആകുമ്പോൾ ഇന്നത് എന്നൊന്നും പറഞ്ഞ് കോംപ്ലിക്കേഷൻ ആക്കാതെ, നിയമങ്ങളൊന്നും പഠിപ്പിക്കാതെ ക്രിയേറ്റീവായിട്ട് അവർ അത് പഠിച്ചു കഴിഞ്ഞോളൂ. അപ്പോൾ ഇത് ഈ ഒരു സോങ് അവർക്ക് പഠിപ്പിക്കും 1ാം ക്ലാസ്. ഇപ്പോൾ 2ലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇപ്പോൾ ആണ്, ഹി ഈസ് എ ടീച്ചർ, അവനൊരു ടീച്ചറാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ഈസ് ഹി എ ടീച്ചർ എന്നാണ്. അവനൊരു ടീച്ചറാണോ? ഹി ഈസ് നോട്ട് എ ടീച്ചർ, അല്ലെങ്കിൽ ഹി ഈസിൻ്റെ ടീച്ചർ, ഈസിൻ്റെ ഹി എ ടീച്ചർ. ഇങ്ങനെ ആണ്, ആണോ, അല്ല, അല്ലേ, ആകും, ആകുമോ, ആകില്ല, ആകില്ല, ഇങ്ങനെ അവർക്ക് ആ ഒരു കോൺസെപ്റ്റും ആ കോൺസെപ്റ്റിലേക്ക് പറ്റുന്ന സെന്റൻസ് സ്ട്രക്ചറുകളും മദർ ടങ് മെത്തേഡിലേക്ക് അവിടെ എത്തും. അങ്ങനെ നാച്ചുറലി അവരെങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു 5ാം ക്ലാസ് കഴിയുമ്പോഴേക്കും അവർക്ക് പ്രൈമറി ഓക്സിലറീസ് ആയ ബി, ഹാവ്, ഡു ഇതിൻ്റെ 12 സ്ട്രക്ചറുകൾ പെർഫെക്റ്റ് ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി അവർക്കത് ക്ലിയർ ചെയ്തിട്ടുണ്ടാകും. അപ്പം അത് 5ാം ക്ലാസ് കഴിയുമ്പോൾ അവർക്ക് പിന്നെ അഡ്വാൻസ് ഗ്രാമറിലേക്ക് കിടക്കാം. ഇതൊരു ബുക്ക് എന്ന് പറയുന്നത് ഫ്ലുവൻസിക്കും പലപ്പോഴും ഈ അഡ്വാൻസ് ഗ്രാമറിലേക്ക് കടക്കുമ്പോൾ ഉള്ള കുട്ടികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബേസിക് ഇവിടെ കിട്ടാതെ പോയതാണ്. അതൊരു 5th സ്റ്റാൻഡേർഡ് ആകുമ്പോഴേക്ക് ക്ലിയർ ചെയ്യാനുള്ള ഒരു നല്ലൊരു മെത്തേഡാണ് നമ്മൾ ബുക്കിലൂടെ പരിചയപ്പെടുത്തിയത് എന്നാണ് പറഞ്ഞത്. ഫൗണ്ടേഷൻ വളരെ കൃത്യമാണ്. ഇനി വളരെ ഉറപ്പുള്ളൊരു തറ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിൽ എത്ര നില വേണമെങ്കിലും പണിയാം എന്നതാണ് നമ്മളൊരു കോൺസെപ്റ്റ്. ക്ലിയർ ആണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത്രയും വിശാലമായ ബുക്സിനെ കുറിച്ചുള്ള എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കണ്ടന്റാണ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് അതിൻ്റെ ഓതറായിട്ടുള്ള ഷാഹുൽ ഹമീദ് അസ്ഹരി ഈ ഒരു നമുക്ക് സമയത്ത് വിശദീകരിച്ചു തന്നത്. തീർച്ചയായിട്ടും അത് ഉയർന്ന തലങ്ങളിലേക്ക് വീണ്ടും ആ രചനയിലൂടെ മുന്നോട്ട് പോകാൻ ഷാഹുൽ ഹമീദ് അസ്ഹരിക്കും ടീമിനും കഴിയട്ടെ എന്നുകൂടെ ആശംസിക്കുന്നു. താങ്ക് യു.